ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. അമ്മ മനസ്സിലാക്കിയതൊന്നും അല്ല സത്യം. കുട്ടനല്ല നമ്മുടെ അച്ഛനെ കൊന്നത്. കുട്ടൻ കാരണമല്ല നമ്മുടെ അച്ഛൻ മരണപ്പെട്ടത്. നമ്മുടെ അച്ഛനെ നഷ്ടപ്പെടുത്തിയ ആ ആക്സിഡന്റ് അത് ഈ ഇരിക്കുന്ന കുട്ടൻ കാരണം ഉണ്ടായതല്ല. തൽക്കാലം ആ പതിവ് തെറ്റിക്കാൻ ആരും നിൽക്കണ്ട. ആരും അതിൽ ഇടപെടണ്ട. ഈ അടുത്തായി നിസാര പ്രശ്നങ്ങൾ കാരണം ഈ വീട്ടിലെ സമാധാനം ആകെ നശിച്ചിരിക്കുക. എല്ലാത്തിനും ഒരു പരിധി വേണം. അത് വിട്ട് ആരും പെരുമാറരുത്. പ്രത്യേകിച്ച് അഞ്ജിതയോട് ഞാൻ പറയാ, ഇത്തരം പ്രവൃത്തികൾ ഒഴിവാക്കണം. ഈ വീട്ടിലെല്ലാവരും എന്നോട് എങ്ങനെയാ പെരുമാറുന്നതെന്ന് അഭിയേട്ടൻ കണ്ടില്ലേ? ഇന്ന് തന്നെ ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? മുത്തശ്ശിക്ക് വേണ്ടി ഒരു സൂപ്പ് ഉണ്ടാക്കാൻ ഞാൻ ഗോപിയോട് പറഞ്ഞു. അവൾ അതിനെ തെറ്റിദ്ധരിച്ച് സംസാരിച്ച് പ്രശ്നം വഷളാക്കി. അതുകൊണ്ടല്ലേ അത് കേട്ട് വന്ന ജാനകി ആന്റി ഒന്നും നോക്കാതെ എന്നെ വഴക്ക് പറഞ്ഞത്. ആന്റിയായിട്ട് എന്നെ വഴക്ക് പറഞ്ഞതല്ല, ഗോപികയായിട്ട് എന്നെ വഴക്ക് കേൾപ്പിച്ചതാ. അല്ല, ഇതെല്ലാം അഭിയേട്ടനും കണ്ടതാണല്ലോ. പലവട്ടം ഞാൻ ഇത് അഭിയേട്ടനോട് പറഞ്ഞതാ, ഗോപിക ഇവിടെ എനിക്കെതിരെ ചരട് വലി നടത്തുന്നുണ്ടെന്ന്. അപ്പോഴൊന്നും അഭിയേട്ടൻ അത് വിശ്വാസമായില്ല. ഇവിടെ ദേവികേച്ചിക്കും ഗോപികയ്ക്കും മാത്രമേ വിലയുള്ളൂ. ആദ്യ സ്ഥാനം ദേവികേച്ചിക്ക്, അത് കഴിഞ്ഞാ ഗോപികയ്ക്ക്. അല്ലാതെ എനിക്കിവിടെ ഒരു സ്ഥാനവുമില്ല, വിലയുമില്ല. ഈ വീട്ടിലെ സകലരും അവർക്ക് വേണ്ടിയാ സപ്പോർട്ട് ചെയ്യുന്ന. എന്നെ ആരും പരിഗണിക്കുന്നത് പോലുമില്ല. അറിയാഞ്ഞിട്ട് ചോദിക്കുക, എന്നെ എന്തിനാ എല്ലാരും കൂടെ ഇങ്ങനെ ഒറ്റപ്പെടുത്തുന്നത്? എന്നോട് എന്തിനാ അവഗണനയോട് പെരുമാറുന്നത്? അറിയാ ബേട്ടാ. അല്ല, ഞാൻ ഇതിന് സിദ്ധുവേട്ടനും ഋഷിക്കുള്ള വില അഭിയേട്ടൻ ഈ വീട്ടിലില്ലേ? ഇല്ലേ എന്നാ ഞാൻ ചോദിക്കുന്നെ. അഭിയേട്ടന് വിലയില്ലാത്തത് കൊണ്ടാണോ എല്ലാരും എന്നോട് ഇങ്ങനെ വേർതിരിവോടെ പെരുമാറുന്നത്? അഞ്ജു, നിന്നെ ആരും മനഃപൂർവ്വം ഇവിടെ അവഗണിക്കുന്നു എനിക്ക് തോന്നുന്നില്ല. അപ്പൊ കുറച്ചു മുമ്പ് ഞാൻ ഇവിടെ അനുഭവിച്ചത് എന്താ? അഭിയേട്ടൻ അത് കണ്ടതല്ലേ? എന്നിട്ടാണോ എന്നോട് ഇങ്ങനെ പറയുന്നത്? അഭിയേട്ടൻ അവരെ സപ്പോർട്ട് ചെയ്യുവാണോ? വാസ്തവം എന്തിനാ കണ്ടില്ലെന്ന് നടിക്കുന്ന അഭിയേട്ടാ? ഇത്രയും കാലം ഇവിടെ എല്ലാവരും ഒത്തൊരുമയോടെ കഴിഞ്ഞിരുന്നത്. എല്ലാവരും ഒരുപോലെയായിരുന്നു. ഞങ്ങൾക്കിടയിൽ ഒരു വേർതിരിവും ഉണ്ടായിട്ടില്ല. പക്ഷെ ഇപ്പൊ എന്താ സംഭവിച്ചതെന്ന് ചിന്തിക്കണം. എന്ത് തന്നെ ആയാലും ഞാനും ഇവിടുത്തെ മരുമകളാ. ദേവികേച്ചിക്കും ഗോപികയ്ക്കും കിട്ടുന്ന അതേ പരിഗണന എനിക്കിവിടെ കിട്ടണം. ആരുടെ മുമ്പിലും എനിക്കിവിടെ താഴാൻ പറ്റില്ല. ഞാൻ താഴുകയില്ല. അതെന്റെ ഒരു വാശി അഭിയേട്ടാ. ഞാൻ അഭിയേട്ടന്റെ ഭാര്യയാണെങ്കിൽ എന്റെ വില ഇവിടെ സംരക്ഷിക്കേണ്ടത് അഭിയേട്ടന്റെ ഉത്തരവാദിത്വമാ. അഭിയേട്ടൻ അത് ചെയ്യണം, ചെയ്തേ മതിയാവും. ഇനി ഇതുപോലൊരു അനുഭവം എനിക്ക് ഈ വീട്ടിലുണ്ടാവാൻ പാടില്ല. എന്താ വേണ്ടെന്ന് അഭിയേട്ടനൊന്ന് ആലോചിക്കാം. ഇതൊരു അപ്രതീക്ഷിതമായ വരവാണല്ലോ. എന്തു പറ്റി? ഇവിടേക്കായിട്ട് ഇറങ്ങിയതാണോ അതോ എവിടെയെങ്കിലും പോകുന്ന ഒഴുക്കി കയറിയതാണോ? ഞാനും കുട്ടനും കൂടി ഓഫീസിൽ പോയിട്ട് വരുന്ന വഴിയാ മുത്തശ്ശ. ഇപ്പോ ഓഫീസിലെ ചുമതലകൾ കൂടി അവിടുത്തെ അച്ഛൻ എന്നെ ഏൽപ്പിച്ച വിവരം ഞാൻ മുത്തശ്ശനോട് പറഞ്ഞില്ലേ? ആ, പറഞ്ഞിരുന്നു. ആ, എങ്ങനെയുണ്ട് മോളെ ഓഫീസിലെ ജോലിയൊന്നും? തുടങ്ങിയതല്ലേ ഉള്ളു മുത്തശ്ശ, കുഴപ്പമില്ല. നീ മിടുക്കിയല്ലേ മോളെ, ഓഫീസിലും നീ ശോഭിക്കും. മുത്തശ്ശനൊരു കാര്യം കേൾക്കണോ?
ആ എന്താ കേക്കട്ടെ. ഇന്നേ നമ്മുടെ ഓഫീസിൽ തീ പിടിക്കാൻ വന്നു. ആ ഞാനും മാലാഖയൊക്കെ തീ പിടിച്ച് ചത്തു എന്നെ. എന്താ മോളെ സിദ്ധു എന്താ പറയുന്നത്? ഇതിൽ വല്ല വാസ്തവമുണ്ടോ? തീപിടുത്തൊന്നും ഉണ്ടായില്ല മുത്തശ്ശ, പക്ഷെ അപകട സാധ്യത ഉണ്ടായിരുന്നു. എവിടെയോ എന്തോ സാങ്കേതിക പിഴവുണ്ടായതാകാൻ കാരണം. ഫയറെല്ലാം കേട്ട് അവിടുത്തെ സ്റ്റാഫും ഞങ്ങളും ഒക്കെ ഭയന്നുപോയി. എല്ലാവരും ഉടൻ തന്നെ ഓടി പുറത്തിറങ്ങി. ഇപ്പൊ കുഴപ്പമൊന്നുമില്ലെങ്കിലും അവിടെ എന്തൊക്കെയോ അന്വേഷണമൊക്കെ നടക്കുന്നുണ്ട്. ഋഷിയല്ല നോക്കുന്നേ. ആ ബഹളത്തിന്റെ ഇടയിൽ കുട്ടനെ അവിടെ ഇരുത്തിയാൽ ശരിയാവില്ല. അതുകൊണ്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ആ, അതെന്തായാലും നന്നായി മോളെ. ഇനി നിങ്ങൾ രണ്ടുപേരും കുറച്ച് സമയം ഇവിടെ ഇരുന്ന് വിശ്രമിച്ച് ആഹാരമൊക്കെ കഴിച്ചിട്ട് പോയാൽ മതി. ഹായ്. അമ്മേ, ആരോട് ചോദിച്ചിട്ടാടി നീ ഇവനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത്? ചോദിച്ചത് കേട്ടില്ലേ? ആരോട് ചോദിച്ചിട്ടാ നീ ഇവനെ ഇങ്ങോട്ട് കെട്ടി എഴുന്നള്ളിച്ചേന്ന്? ശ്രീയല്ലേ വേണ്ട. എന്ത് വേണ്ടെന്ന്? ഇവൾക്കിവൻ ഇവളുടെ ഭർത്താവായിരിക്കും, പക്ഷെ എനിക്കിവൻ എന്റെ ഭർത്താവിന്റെ കൊലപാതകിയാ. അങ്ങനെ ഒരു കൊലപാതകിയെ ഈ വീട്ടിനകത്ത് വിളിച്ചു കയറ്റി സൽക്കരിക്കാൻ പറ്റില്ല. ഇറങ്ങിക്കോ. നീ ഇപ്പൊ ഇവനെ വിളിച്ചുവിടുന്ന് ഇറങ്ങിക്കോണം. അമ്മേ, ആദ്യം അമ്മ ഈ ദേഷ്യം ഒന്ന് നിയന്ത്രിക്കും. എന്നിട്ട് ഞാൻ പറയുന്ന സ്വസ്ഥമായിട്ടൊന്ന് കേക്ക്. എനിക്ക് കേക്കണ്ട. എനിക്ക് എന്റെ മുമ്പിൽ ഇവൻ വന്ന എനിക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല. മര്യാദക്ക് ഇവനെ വിളിച്ചുകൊണ്ട് ഇറങ്ങ. എനിക്ക് ചിലപ്പോ വെട്ടുകത്തി എടുക്കേണ്ടി വരും. അമ്മേ, ഇറങ്ങ. ശ്രീയല്ലേ നീ ഒന്ന് സമാധാനിക്കും. ഞാൻ പറയുന്നത് കേൾക്ക്. അച്ഛാ, ദേ, ഇവളോട് ഇവനെ വിളിച്ച് ഇവിടുന്ന് ഇറങ്ങാൻ പറ. അമ്മ ഞാൻ പറയുന്നൊന്ന് കേക്കമ്മേ. എന്നോടൊന്നും പറയണ്ട. പറയുന്നൊന്ന് കേക്ക്. വേണ്ടെന്ന് പറഞ്ഞില്ലേ? പറയുന്നൊന്ന് കേക്കാൻ. അമ്മേ, അമ്മ മനസ്സിലാക്കിയതൊന്നും അല്ല സത്യം. കുട്ടനല്ല നമ്മുടെ അച്ഛനെ കൊന്നത്. കുട്ടൻ കാരണം അല്ല നമ്മുടെ അച്ഛൻ മരണപ്പെട്ടത്. നമ്മുടെ അച്ഛനെ നഷ്ടപ്പെടുത്തിയ ആ ആക്സിഡന്റ് അത് ഈ ഇരിക്കുന്ന കുട്ടൻ കാരണം ഉണ്ടായതല്ല. അമ്മ, അതൊരു ചതിയായിരുന്നു. കുട്ടനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ആരും ഒരുക്കിയ ഒരു ചതി. പക്ഷെ അതിൽ പൊലിഞ്ഞു പോയത് നമ്മുടെ അച്ഛന്റെ ജീവനായിരുന്നു.